മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പ്ലാറ്റിനം ഇയർ പൂർത്തിയാകുമ്പോൾ പ്ലാറ്റിനം അംഗങ്ങൾ, പതിനായിരക്കണക്കിൽ അംഗങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ തെരുവുകളിലും മഹത്തായ ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വിപ്ലവകരമായ മാറ്റം കുറിക്കാൻ തീർച്ചയായും നമ്മുടെ നാടിന് സാധിക്കുമാറാവട്ടെ. നാം അതിലേക്ക് പോകേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഞാനിങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ നീണ്ടിങ്ങനെ പോകും. ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എപ്പോഴാണ് നിർത്തുന്നാവോ. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ പ്രാസംഗികന്മാരുടെ പ്രസംഗം വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരു അധിക പ്രസംഗം വേണ്ടല്ലോ. ഉത്തരവാദിത്വ ബോധം എല്ലായിടത്തും വേണമല്ലോ. ഇപ്പോൾ ഈ 26-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ മൊത്തം തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ സംസാരിക്കുമ്പോൾ മുഴുവനും ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ അവിടുത്തെ ഒരു വോട്ടിനെ കുറിച്ചോ നമ്മുടെ ഇടയിൽ നടക്കുന്ന ചില രാഷ്ട്രീയ സംഘടനപരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ സംസാരിച്ച് പോയിട്ട് അത് യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടു പോയ ചർച്ചകളായി ഭാഗികമായി മാത്രമേ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കൊന്നും ബാധകമായ കാര്യമല്ല. അതൊക്കെ വേറെ ഏതോ ആളുകൾക്കുള്ളതെന്ന് പറയുന്നത് തീർച്ചയായും അതൊരു ശരിയായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമല്ല. ചില ആളുകൾ ചിലപ്പോഴൊക്കെ പറയും സമസ്തക്ക് രാഷ്ട്രീയമല്ല, മുസ്ലിം ജമാഅത്തിന് രാഷ്ട്രീയമല്ല എന്ന കാര്യം പറയുന്നുണ്ടോ? എന്നാൽ അവർ യഥാർത്ഥ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ഇവിടെ കാണിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട്. നമുക്കവരെ പേരൊന്നും പറയേണ്ട ആവശ്യങ്ങളില്ല. ആ രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് വിയോജിപ്പുണ്ട്, ശക്തമായ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുണ്ടാവുകയും അവിടെ പ്രവർത്തനത്തിലൊക്കെ തകരാറുകളും കുഴപ്പങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് രാഷ്ട്രീയം തന്നെ അവിശുദ്ധമാണ് എന്ന് വെക്കാൻ പാടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ, രാഷ്ട്രീയ ആശയങ്ങൾ, ആ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിലേക്ക് ഒന്നിൽക്കാതെ എങ്ങനെയാണ് ഒരു പൗരന് ഒരു രാജ്യത്ത് നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക? പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം പോലെയുള്ള ഒരു വലിയ രാജ്യം അല്ലേ, ലോകത്തെ ജനസംഖ്യയിൽ ഒന്നാമത്തെ രാജ്യമായി മാറിയില്ലേ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊക്കെ അറിയാം. അത് ജനാധിപത്യ മൂല്യങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ജനാധിപത്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പിന്നെ അവിടെ പ്രമാണിമാരാകുന്ന ആരാണ്? ജനാധിപത്യത്തിലേക്ക് കടക്കുമ്പോൾ നിർണായക ശക്തിയാകുന്നത് ആരാണ്? അവിടുത്തെ പൗരന്മാരാണ്, ജനങ്ങളാണ്. ജനങ്ങളാണ് വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാജ്യം എന്ന വ്യത്യസ്തമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളില്ല. ചർച്ച ചെയ്യാതെ തന്നെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പൂർവ്വകാല ഇന്ത്യ അല്ലെങ്കിൽ നല്ല ഒരു ഇന്ത്യ രാജ്യം ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്, പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് രാഷ്ട്രനിർമ്മാണം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള അവസരമാണ് 26-ാം തീയതി കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും തൊട്ട ദിവസങ്ങളിലായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മൊത്തം നടക്കുന്ന തെരഞ്ഞെടുപ്പും ഒക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്ത് മൊത്തം നടക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാജ്യത്തെക്കുറിച്ച് കാണാനും രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇന്ത്യ രാജ്യത്തിന് എത്രമാത്രം വലിയ പവിത്രമായ പാരമ്പര്യങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ, എല്ലാ അവസ്ഥയും ശ്രദ്ധേയമായി നിലനിന്നിട്ടുള്ള രാഷ്ട്രമല്ലേ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അതിനെ സങ്കുചിതമായ കുടുസായ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൽ നിന്ന് മാറി കുറെ കൂടി വിശാലമായ, കുറെ കൂടി പ്രത്യയശാസ്ത്രപരമായ, ആലോചനാപരമായ മേഖലയിലേക്ക് ഉയർത്തിപ്പോയി ഇന്ത്യയെ വിഭാവനം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ പൗരന്മാർക്ക് അവിടെ മുന്നിൽ നിൽക്കേണ്ടവരാണ് സമസ്ത കേരള സുന്നത സംഘം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്. അത് നമ്മുടെ രാഷ്ട്രീയമാണ്. നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേക്ക് അത് നാം മത്സരിക്കേണ്ടതെന്ന് വിചാരിക്കാൻ പാടില്ല.
രാഷ്ട്രീയം എന്ന് പറയണമെങ്കിൽ, രാഷ്ട്രീയത്തിന് പ്രവർത്തിക്കണമെങ്കിൽ, രാഷ്ട്രീയത്തിന് ശബ്ദിക്കണമെങ്കിൽ, രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ മത്സരിക്കാൻ പോകണമെന്ന് അർത്ഥം വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അത് രാഷ്ട്രീയത്തെ അത് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള വഴികളായി മാത്രം മനസ്സിലാക്കപ്പെട്ട ചില ആളുകളുണ്ട്. അവർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മത്സരിക്കുക, വിജയിക്കുക, പിന്നെ ഭരണത്തിലേക്ക് എത്തുക, അധികാരം നേടുക എന്നിലേക്ക് പോവുകയാണ്. അധികാരം ലഭ്യമായാലും അധികാരം ലഭ്യമാകാതെ പോയാലും ഒക്കെയും ഈ രാഷ്ട്രത്തോടുള്ള കടമകളും കടപ്പാടുകളും പുറത്താൻ ആ രാഷ്ട്രത്തിൽ പൗരന്മാർക്ക് വലിയ ഉത്തരവാദിത്വം ബാധ്യതയും ഒക്കെ ഉണ്ട്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നമ്മുടെ പൗരാവകാശം വളരെ കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സമയത്ത് പ്രമേയത്തോട് ചേർത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയുടെ അറിയിപ്പ് നിങ്ങളൊക്കെ വായിച്ചു കാണും. ഈ മാറിയ ഒരു സാഹചര്യത്തിൽ അത് ഇന്നലെയൊക്കെ മീഡിയകളിലൊക്കെ പത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ ഒരു പൗരൻ്റെയും വോട്ടവകാശം വിനിയോഗിക്കപ്പെടാതെ പോകാൻ പാടില്ല. എല്ലാവരും വോട്ട് ചെയ്തിരിക്കണം. വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ പൗരാവകാശം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പല ദുർബലമായ ചിന്തകൾ വന്നിട്ട് പല ആളുകളും അങ്ങനെ അങ്ങോട്ട് പോയില്ല എന്നൊക്കെ വരും. അങ്ങനെ വരാൻ പാടില്ല. നമുക്കൊക്കെ എല്ലാവർക്കുമുള്ള നമ്മുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും അത് വലിയൊരു അവകാശമായി അത് മനസ്സിലാക്കി എടുത്തുകൊണ്ട് നാം വിവരങ്ങൾ പരസ്പരം കൈമാറി എല്ലാവരിലേക്കും എത്തിക്കുകയും അതിൽ സുന്നിവന സംഘമെന്നോ സുന്നികളെന്നോ മുസ്ലിങ്ങളെന്നോ അർത്ഥത്തിലല്ല, ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും അവരുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ള ആശയം. അതാണ്. വെള്ളിയാഴ്ച എന്നുള്ള കുഴപ്പമുണ്ട്. വെള്ളിയാഴ്ചകളൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ചയെ പറ്റി സംശയം പറഞ്ഞിട്ടുണ്ട്. അത് ഗുരുതരമായ പ്രശ്നമായി കണ്ടിട്ടുണ്ട്. അത് ചെറിയൊരു വിഭാഗം ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങളുണ്ടെന്ന് ശരിയാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തോട് ഒന്നായി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനമായിരുന്നാലും നാമൊക്കെ വ്യക്തികളായിരുന്നാലും നമുക്കൊക്കെ പ്രാസ്ഥാനികമായ രാഷ്ട്രീയമായ കൃത്യമായ നിരീക്ഷണമുള്ള ആളുകളായതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ താല്പര്യവും ഈ സമൂഹത്തിൻ്റെ താല്പര്യവും മുസ്ലിം ഉമ്മത്തിൻ്റെ താല്പര്യവും ഇസ്ലാം താല്പര്യങ്ങളുമെല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. നമുക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ എവിടെയും പോകാറില്ല. നമുക്ക് രാഷ്ട്രീയമായ സംഘടനയില്ല, കക്ഷി രാഷ്ട്രീയവുമില്ല എന്ന് ശരിയാണെങ്കിൽ തന്നെയും രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് അധികാരത്തിന് വേണ്ടിയോ മത്സരിക്കാൻ വേണ്ടിയോ അല്ല, അത് നമ്മുടെ പൗരാവകാശത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം അനുസരിച്ചാണ് നമ്മൾ വോട്ടുകൾ രേഖപ്പെടുത്തുക. അതിനൊക്കെ നമുക്ക് പറയാനും ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള സംഘടനാ ചാനലുകളുണ്ട്. ആ ചാനലിലൂടെ എല്ലാവർക്കും വിവരങ്ങൾ ലഭിക്കാനും വാങ്ങാനൊക്കെ കഴിയും. അതനുസരിച്ച് പോവുക എന്നല്ലാതെ നമ്മൾ മീഡിയകളുടെ മുമ്പിൽ വന്ന, ലോകത്തിന് മുമ്പിൽ പബ്ലിക്കിൽ വന്ന് ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്ന് ബോധ്യപ്പെടുത്തി വാദങ്ങളും വിവാദങ്ങളും വീണ്ടും തർക്കങ്ങളും വിതർക്കങ്ങളും അതിനെക്കുറിച്ചുള്ള വേറെ ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാക്കിയുള്ള വിവാദങ്ങളിലേക്ക് പോകുന്ന രീതി നമ്മുടെ പ്രസ്ഥാനത്തിനില്ല. നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയുമൊക്കെ ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന പരിധിയിൽ കൃത്യമായി നിന്നുകൊണ്ട് നമ്മൾ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പോവുകയാണ്. നമ്മളെവിടെയും മത്സരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പരിധി നിന്നുകൊണ്ട് അതിൻ്റെതായ ശരിയായ അതിൻ്റെ പവിത്രമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് അമിതമായ അനാവശ്യമായ രാഷ്ട്രീയവാദങ്ങളിലേക്കും കോലാഹലങ്ങൾക്കൊന്നും പോകാതെ തന്നെയും ഈ വിധിനിർണയത്തിൽ നമ്മുടെ പങ്കാളിത്തം വഹിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അറിയിക്കുന്നു. അതുകൊണ്ടാണ് വിവാദങ്ങൾക്ക് കുറയുക, അതുകൊണ്ടാണ് പ്രസ്താവനകൾക്ക് കുറയുക. നമുക്കങ്ങനെ പ്രസ്താവന ഇറക്കി ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒന്നും ഇവിടെ ഇല്ല. മറിച്ച് നമ്മുടേതായ ആശയപ്രകാരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അനിവാര്യമായ സാഹചര്യം കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ആ രീതിയിൽ ഈ ഇവിടെ പങ്കെടുത്ത അംഗങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഒന്നായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം
വളരെ കൃത്യമായി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് തന്നെയും ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.